MP രാജേഷ് MP ഈ ഹർത്താലിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് ഏറ്റവും ആദ്യം ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കാര്യം സർക്കാരിനെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ ചർച്ച വന്നപ്പോഴാണ് കേന്ദ്രം പതിവ് കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും കേരളം ഭരിക്കുന്ന പാർട്ടിയും പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയാണ് ഈ അങ്ങോട്ടുള്ള വിരട്ടലും തിരിച്ചുള്ള വിരട്ടലും എന്ന്. അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഹർത്താൽ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളെ കുറിച്ച് ചർച്ചയാവാം. ഞാനിവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അമിത്ഷായുടെ വരവ്, മോഹൻ ഭഗവതിന്റെ തുടർച്ചയായിട്ടുള്ള വരവ്, ആദിത്യനാഥ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിപ്പടയെ BJPയുടെ ദേശീയ നേതൃത്വത്തെ അണിനിരത്തി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ, അതുപോലെ വ്യാപകമായി കേരളത്തിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, അരുൺ ജെയ്റ്റ്ലി പ്രത്യേകം വിമാനം പിടിച്ച് കേരളത്തിൽ വന്നത്, ഇതെല്ലാം നടക്കുമ്പോൾ അതിനെയെല്ലാം ചില സന്ദർഭങ്ങളിൽ മൗനം കൊണ്ടും മറ്റു ചില സന്ദർഭങ്ങളിൽ അല്ലാതെയും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവർ ഇപ്പൊ പറയുകയാണ് അവർ രണ്ടു കൂട്ടരും തമ്മിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്ന് പരിതപിക്കുന്നത് നിങ്ങളുടെ ദൗർബല്യത്തെ വെളിപ്പെടുത്തലാണ്. അല്പം ലജ്ജ അതുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയുമില്ല എന്നിങ്ങനെ സ്വയം വിളിച്ചു പറയില്ല. നിങ്ങളുടെ ദൗർബല്യത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. കേരളം ടാർഗറ്റ് ചെയ്ത് പിടിക്കാനാണ് RSSും BJPയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നടന്ന RSSന്റെ പ്രതിനിധി സഭ അവര് ലക്ഷ്യമായിട്ട് നിശ്ചയിച്ചത് തന്നെ കേരളം പിടിക്കുക എന്നതാണ്. അപ്പോൾ ലക്ഷ്യം നിശ്ചയിച്ച് അവര് കേരളം പിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ ഒന്നടങ്കം ചെറുക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആ ചെറുത്തുനിൽപ്പിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധവും ഇടതുപക്ഷ വിരോധവും മുൻനിർത്തി മാറി നിൽക്കുന്ന, പലപ്പോഴും RSSന്റെയും BJPയുടെയും പിന്നാലെ പോകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വിധി ത്രിപുരയിലെ വിധിയാണ്, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വിധി UPയിൽ ഉണ്ടായിട്ടുള്ള വിധിയാണ്, ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുള്ള വിധിയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥിതി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചാലും രക്ഷിക്കാൻ കഴിയാത്ത പതനത്തിലേക്ക് നിങ്ങളുടെ സഹജമായ നിലപാടില്ലായ്മ കൊണ്ട്, നിങ്ങളുടെ സഹജമായ സംഘപരിവാർ ദാസ്യം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ആരാണ് കൊടിപിടിക്കാതെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്? നിങ്ങളെടുത്ത തീരുമാനമല്ലേ? ആദ്യം കോടതി വിധിയെ സ്വാഗതം ചെയ്തല്ലോ എല്ലാവരും. ശബരിമലയുടെ കാര്യത്തിൽ ആദ്യം BJP നിലപാട് മാറ്റി, പിന്നാലെ നിലപാട് മാറ്റിയത് ആരാണ്? നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ BJPയുടെ പിന്നാലെ പോവുകയാണ്. AICC നേതൃത്വം ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ചു. ആരാണ് അതിനെതിരായിട്ട് പ്രത്യേക നിലപാട് കേരളത്തിൽ സ്വീകരിച്ചത്? ഇന്നലെ പവൻ ഖേര പറഞ്ഞു, ബുദ്ധിയുള്ളവരും വിവരവും വിദ്യാഭ്യാസമുള്ളവരുമെല്ലാം ഇക്കാര്യത്തിൽ സ്ത്രീകളുടെ അവകാശത്തിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞാൽ അത്രയും രൂക്ഷമായ വാക്കുകൾ ഞങ്ങൾ പോലും നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. അതിൽ അവ്യക്തത കഴിഞ്ഞ ദിവസം മാറി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, ഞാൻ ചാമക്കാലയിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ MP രാജേഷ്, അതിൽ അവ്യക്തത അവസാനിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം അക്കാര്യമല്ല അവകാശപ്പെട്ടത്. മറ്റൊരു കാര്യമാണ്, KC വേണുഗോപാൽ പാർലമെന്റിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടുവല്ലോ, ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന്. അതോടുകൂടി അത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലുമായിരുന്നു. അതോടുകൂടി അവ്യക്തതകൾ തീർന്നു. ഹൈക്കമാൻഡിന്റെ നിലപാടും സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാടും ഒന്നു തന്നെയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞുവെന്നാണ്. എല്ലാ അനുമതിയും ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടിയെന്ന വ്യക്തത കോൺഗ്രസ് നേതാക്കൾ വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒന്നാവുന്നത്? ഹിസ്റ്ററിക് ജഡ്ജ്മെന്റ് എന്ന് AICCയുടെ പത്രക്കുറിപ്പിൽ വിശദീകരിച്ച വിധി നടപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് AICCയുടെ പ്രസിഡന്റ് പറയുന്ന ഒന്നിനെതിരായിട്ടല്ലേ കേരളത്തിലെ KPCC നേതൃത്വം നിൽക്കുന്നത്? നടപ്പാക്കരുത് എന്നല്ലേ അവരുടെ അഭിപ്രായം? അതെങ്ങനെ രണ്ടും ഒന്നായിത്തീരുന്നത്? KC വേണുഗോപാൽ ആദ്യം കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്തായിരുന്നു? ഓർഡിനൻസ് കൊണ്ടുവരണമെന്നാണ്. പിന്നെ ഓർഡിനൻസ് മാറി നിയമമായി മാറി. ഇവർക്ക് തീർത്താൽ തീരാത്ത ആശയക്കുഴപ്പമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിലപാടിനൊരു ഉറപ്പോ ഇവർക്കുണ്ടോ? എന്നിട്ട് ഞങ്ങള് എവിടെയുമില്ല എന്ന് പരിതപിച്ചാൽ അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ എവിടെയും നടപടിയാണ്. അതിന് ജ്യോതികുമാർ ചാമക്കാലയുടെ മറുപടിക്ക് ശേഷം അടുത്ത വിഷയത്തിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതിനുള്ള മറുപടി. അല്ല, ഇതിനകത്തൊരു വാചകം മഞ്ജുഷ ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. MP രാജേഷ് പറയാണ്, ഞങ്ങൾ വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയാത്ത പടുകുഴിയിലാണ് നിങ്ങളെന്ന്. എന്റെ രാജേഷ്, എനിക്ക് അങ്ങയെക്കുറിച്ച് വളരെ മതിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങയുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലൊരു സംസാരം വരുമ്പോൾ പരമ പുച്ഛമേ തോന്നുള്ളൂ. കാരണം
നിങ്ങൾ പറയുന്നു പിന്നെ ത്രിപുരയിൽ ഞങ്ങളുടെ അവസ്ഥ. ത്രിപുരയിൽ ഞങ്ങൾ ഞങ്ങളുടെ സർക്കാർ ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ സർക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ ആളുകളെല്ലാം BJP ചേർന്നതാണ്. എന്നാൽ പിന്നെ നേരത്തെ നിങ്ങൾ നോക്കണ്ടായിരുന്നോ? തോറ്റിട്ടില്ലല്ലോ. ഇനി അത് മാത്രമല്ല, നിങ്ങളുടെ ആളുകൾ പോയി എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ BJPയുടെ പാർട്ടി ഓഫീസാണ്. ആ ബോർഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് ഞങ്ങളാണോ ഉത്തരവാദി? പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ഇല്ലാതായി. നിങ്ങളൊരു പ്രാദേശിക പാർട്ടിയായി മാറി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. നിങ്ങൾ സ്റ്റേറ്റ് പാർട്ടിയായി മാറിയിരിക്കുന്നു. ഈ പാർലമെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഞാൻ ഇന്ന് ഈ മാതൃഭൂമി ചാനലിൽ നിന്ന് പറയുന്നു, നിങ്ങൾക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ MP രാജേഷ് ഉൾപ്പെടെ അത് ബോധ്യമാകും. നിങ്ങളൊരു പ്രാദേശിക പാർട്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോട് നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഞങ്ങളെ നന്നാക്കാനൊന്നും വരണ്ട. നിങ്ങൾ സ്വയം നന്നാവാൻ ശ്രമിച്ചാൽ മതി. ഒന്ന്. രണ്ട്, ദേശീയ തലത്തിൽ കോൺഗ്രസും BJPയുമാണ് പരസ്പരം പോരാടുന്നതെന്നും പരസ്പരം നിലകൊള്ളുന്നതെന്നും എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇവിടെ വന്നിരുന്നുകൊണ്ട്, കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് ഞങ്ങളാണ് ഇന്ത്യ മുഴുവൻ നന്നാക്കാൻ പോകുന്നത്, ഞങ്ങളാണ് എല്ലാം നിയന്ത്രിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടരാണോ? കേരളത്തിലെ ജനങ്ങൾക്കറിയാം ദേശീയ തലത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന്. ഒരു ഭാഗത്ത് മോദിയും ഒരു ഭാഗത്ത് അപ്പുറത്ത് രാഹുൽജിയും നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രസക്തിയേ ഇല്ല. അത് യാഥാർത്ഥ്യബോധത്തോടെ നിങ്ങൾ കാണണം. ഇനി കേരളത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു, അത് പ്രാദേശിക പാർട്ടി തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഇവിടെ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ മാത്രമാണ് BJP കടന്നു കയറാത്തത്, അത് നിങ്ങളുടെ കഴിവുകൊണ്ട്. തമിഴ്നാട്ടിലില്ലല്ലോ, ആന്ധ്രയിലില്ലല്ലോ, തെലങ്കാനയിലില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ പ്രതിഭാസമൊന്നുമല്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ ഗീർവാണമൊക്കെ വിട്ട് കേരളത്തിൽ 1-2 സീറ്റൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതുകൂടെ അധോഗതിയാവും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ അടുത്ത ഭരണത്തിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് കഴിഞ്ഞ 5 അസംബ്ലികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പരമപുച്ഛമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ജനാധിപത്യപരമായ രീതിയിലാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയെ സംബന്ധിച്ച് കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രശ്നമല്ലോ ശബരിമലയിലുള്ളത്. ശബരിമലയിൽ നേരത്തെയും പുരുഷനും സ്ത്രീയും കയറുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക പ്രായത്തിലുള്ള യുവതികൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവിടെ ഉള്ളത്. അതിനെ സംബന്ധിച്ച് ദേശീയ നേതൃത്വം ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ കേരള നേതൃത്വവും KPCCയും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ രാഹുൽജിയെ അത് കണ്ട് ബോധ്യപ്പെടുത്തുകയും ശ്രീമതി സോണിയാജിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പലപ്പോഴും അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ വിരുദ്ധാഭിപ്രായമാണ്. നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു കറുത്ത ബാൻഡ് ഇട്ടുകൊണ്ട് വന്നു, സോണിയാജിയെ വിളിച്ച് MP മാരോടെല്ലാം മോശമായി പെരുമാറി, അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ. തൊട്ടടുത്ത ദിവസം വീണ്ടും അതേ കറുത്ത ബാൻഡുമായിട്ടല്ലേ അവർ വന്നത് MP മാർ. AICCയുടെ ജനറൽ സെക്രട്ടറി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ KC വേണുഗോപാലല്ലേ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ സബ്മിഷൻ അവതരിപ്പിച്ചത്. അങ്ങ് അവിടെ പ്രസന്റ് ആയിരുന്നല്ലോ. അപ്പോൾ രാഹുൽജിയും സോണിയാഗാന്ധിയും അവിടെ ഇല്ലായിരുന്നോ? അപ്പോൾ വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ തീരുമാനം എടുക്കേണ്ടതല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ഇന്നലെയും വൈകുന്നേരവും ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ വക്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് നിങ്ങളുടെ ഇടയിലാണ്. നിങ്ങൾക്ക് പിന്നെ അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലോ ഒന്നും നടപ്പിലാക്കുന്നത്. ഏതായാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല.